എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബുള്ളറ്റ് സ്റ്റാൻഡേർഡിലോട്ട് കൺവേർട്ട് ചെയ്തൊരു ഇലക്ട്ര, അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ ഈ വണ്ടിക്ക് എന്തൊക്കെ സ്പെയർ പാർട്സ് വേണ്ടി വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെ പണികളാണ് ചെയ്തിട്ടുള്ളത്, A to Z കാര്യങ്ങൾ വിത്ത് പ്രൈസാണ് പറയാൻ പോകുന്നത്. സോ വീഡിയോയുടെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് എത്രയാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ആയെന്നും മനസ്സിലാകും. സോ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണാൻ മറക്കണ്ട. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ, അപ്പോൾ തുടങ്ങിക്കോളൂ. എത്രാമത്തെ വർഷത്തെ വണ്ടിയാണിത്? ഇത് 2000 മോഡൽ വണ്ടിയാണ്. 2000 മോഡൽ വണ്ടിയാണ്. ഇലക്ട്ര ആയിരുന്നു അല്ലേ? ഇലക്ട്ര ആയിരുന്നു വണ്ടി. ഏത് കളറായിരുന്നു ഇലക്ട്ര? ബ്ലാക്ക് തന്നെ ആയിരുന്നു. ബ്ലാക്ക് തന്നെയായിരുന്നു. ഇതിൽ രണ്ട് മഡ്ഗാർഡ് ഫ്രണ്ടും ബാക്കും വരുന്നത് ചെറിയ മഡ്ഗാർഡാണ്, പ്ലാറ്റിക്. അതായത് ഇതിന്റെ പകുതി കനമേ ഉള്ളത്. ഓക്കെ. അതുപോലെ വണ്ടിയിൽ അലോയ് വീൽസ് ആയിരുന്നു. ഇലക്ട്രയിൽ പൊതുവെ അലോയ് വീൽസ് ആണോ? അല്ല, റിമൂവ് വരുന്ന വണ്ടിയുണ്ട്. ഇത് അലോയ് ആണ് ഇട്ടിരുന്നത്. ഓക്കെ. അപ്പോൾ എന്താ പറയാ, മറ്റേ വാല് പോലെ ഇരിക്കും മഡ്ഗാർഡ്, കുഞ്ഞു മഡ്ഗാർഡ്. ഓക്കെ. അപ്പൊ കസ്റ്റമർ ആവശ്യപ്പെട്ടത് പുള്ളിക്ക് സ്റ്റാൻഡേർഡിന്റെ ഔട്ട് വേണമെന്ന് പറഞ്ഞു വണ്ടി. അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡിലോട്ട് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ഈ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതില് ഗിയർ റൈറ്റ് സൈഡും ബ്രേക്ക് ലെഫ്റ്റ് സൈഡും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇതിൽ പോയിന്റ് വരത്തില്ല, പോയിന്റ് വരത്തില്ല. നമ്മൾ എഞ്ചിനൂടെ അതേപോലെ ആക്കാന്നാ വിചാരിച്ചത്. അപ്പൊ ഫസ്റ്റിലെ ഞാൻ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞത് എഞ്ചിന് വേറെ കംപ്ലൈന്റ് ഇല്ല, വണ്ടി പുള്ളി കാനഡയിലാണ്, വണ്ടി വീട്ടിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് എഞ്ചിൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ടൈമിംഗ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് വേണ്ടി വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. അപ്പൊ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തപ്പോ വേറെ കുഴപ്പമില്ലായിരുന്നു, അതുകൊണ്ട് ടൈമിംഗ് കയറ്റിയിട്ടില്ല. പക്ഷെ അവിടെ വണ്ടി ഔട്ടായിട്ട് മൊത്തത്തിൽ ഔട്ട്ലുക്ക് നമ്മൾ സ്റ്റാൻഡേർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു എംപ്റ്റി സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്ര അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. ഇലക്ട്ര ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. പക്ഷെ നമ്മളെപ്പോഴും ഈ സ്റ്റാൻഡേർഡ് ഇങ്ങനെ കണ്ടേ അവിടെ ഒരു കുറവ് പോലെ തോന്നുന്നുണ്ട്.